ബരിത്തറവാട്ടിനിന്ന് മംഗളമാണ്. മാരൻ സഖാഫിന്ന് കാത്തിരിപ്പാണ്. മാരൻ സമദ് സഖാഫിന്ന് കാത്തിരിപ്പാണ്. മാരൻ സമദ് സഖാഫിന്ന് കാത്തിരിപ്പാണ്. മാരൻ സമദ് സഖാഫിന്ന് കാത്തിരിപ്പാണ്. റുസ്തമോൾ 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 മംഗലിത്തറവാട്ടിനിന്നു മംഗളമാണ്. തറവാട്ടിനിന്നു മംഗളമാണ്. കാണാത്ത കാഴ്ച സമതി കാണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനമുള്ളവരെ, ഞാൻ നേരിട്ട് പറയുന്നതാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആ ഒരു റുസ്തമോൾ സമദ് സഖാഫി എന്ന അവരുടെ കല്യാണത്തിൻ്റെ അന്ന് നടന്ന കാര്യം, അത് ഒരു അറിയാത്ത രീതിയിൽ അവർ അതിനെ നാടകം കളിച്ചു എന്നാണ് ഇവിടെ മനസ്സിലാകുന്നത്. അതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് പാട്ടുകൾ നിങ്ങൾക്ക് കാണാം. ഇദ്ദേഹം ഒരു പാട്ടാളിയാണ്. പാട്ടാളി എന്ന് പറഞ്ഞാൽ പാടി നടക്കുന്ന ജീവിതത്തിന് വേണ്ടി ഒരു ചാനൽ ഉണ്ടാക്കി അതുകൊണ്ട് അദ്ദേഹം അതിന് അപ്ലോഡ് ചെയ്ത് അതിന് ജനങ്ങൾക്ക് കേൾപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് കൈപ്പറ്റുന്ന ഒരാളാണ്. അതാണ് നിങ്ങൾ കാണേണ്ടത്. അദ്ദേഹത്തിന് ഒരുപാട് പാട്ടുകൾ ചെറിയ ചെറിയ ഇതായിരിക്കുന്ന ക്ലിപ്പുകളുണ്ട്. അത് ആദ്യം കേൾക്കുക. चांद तारे झिलमिलाते जाएंगे, तब तलक जश्ने विलादत हम मनाते जाएंगे. क्योंकि दिल फिदा है मदीने वाले पर, दिल फिदा है मदीने वाले पर, दिल मुनव्वर ഇതാണ് സഹോദരന്മാരെ, ഇവിടെ അദ്ദേഹം എന്താണ് നാടകം കളിച്ചത്? ഞാനോ എൻ്റെ വീട്ടുകാരോ ഒന്നും ഉത്തരവാദിയല്ല, എൻ്റെ റുസ്തമോളും ഉത്തരവാദിയല്ല എന്നാണ് ഈ സമദ് സഖാഫി എന്ന മനുഷ്യൻ പറഞ്ഞത്. ഇവിടെ നമുക്ക് ജനങ്ങളെ ഇവർ പൊട്ടന്മാരാക്കാൻ ശ്രമിക്കുന്നതാണ്. ഇവർക്ക് ഇദ്ദേഹത്തിൻ്റെ ചാനൽ ഒരു ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി, ഒരുപാട് വ്യൂസുകൾ കിട്ടാൻ വേണ്ടി ഇതുപോലെയുള്ള അദ്ദേഹത്തിന് സ്വന്തം കല്യാണത്തിന് തന്നെ അദ്ദേഹം കുളമാക്കിയതാണ്. കുളമായാൽ കുളമാകട്ടെ, നന്നായാൽ നന്നാകട്ടെ എന്ന് ചെയ്തതാണ്. ഏത് രീതിയിലാണെങ്കിലും വൈറലാകുന്നത് ഉറപ്പാണെന്ന് അദ്ദേഹത്തിന് നല്ലൊരു സ്കെച്ച് ഇട്ട് തുടങ്ങിയതാണ്. ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞത്. നമ്മൾ ഉത്തരവാദിയല്ല. പിന്നെ വിമർശിച്ച ഉസ്താദ് ക്ഷമ ചോദിച്ചു എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. നൗഷാദ് ബാക്കവി അതിനെ വിമർശിച്ചു. പിന്നെ മൻസൂർ മന്നാർക്കാട് ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോ ചെയ്യുന്നവർ, യൂട്യൂബർമാർ അതിനെ വിമർശിച്ചു. ഉസ്താദന്മാരും പണ്ഡിതന്മാരും വിമർശിച്ചു. അതാണ് എല്ലാവരും ക്ഷമ ചോദിച്ചു. നൗഷാദ് ബാക്കവി പ്രത്യേകിച്ച് ക്ഷമ ചോദിച്ചു എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ സ്കെച്ചാണ്. അദ്ദേഹത്തിന് ഷിഹാബ് ചോട്ടൂർ എന്ന മനുഷ്യൻ ഹജ്ജിന് പോയതുപോലെയാണ്. ഹജ്ജല്ല അവൻ്റെ ഉദ്ദേശം നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ചാനൽ നന്നാക്കുന്നതാണ്. അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഷിഹാബ് ചോട്ടൂർ എവിടെയാണ്? ഉത്തരേന്ത്യയിലാണ്. ഈ ചാനൽ ഡെവലപ്പായതോടുകൂടെ എല്ലാവരും അറിഞ്ഞു.
അറിഞ്ഞു പോയി അവിടെ വലിയൊരു ഖാദിയായോ ഖാദിൽ ഖുലാത്തിയായോ വലിയ സ്വാമിയായോ എന്തോ ഒരു കാര്യം അവൻ ചെയ്യുന്നു. ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. ഇവനിക്കെല്ലാം പണ്ഡിതന്മാർ വളയിട്ട് കൊടുത്തതാണ്. പോകുമ്പോൾ നടക്കുമ്പോൾ വിളിച്ച് ചോദിക്കുന്നു എവിടെ വരെ എത്തി, വല്ലാത്ത ഒരു പുണ്യമായ കാര്യമാണെന്ന് എല്ലാവരും കൂക്കാൻ പറഞ്ഞ് അതിനെ നിഷേധിച്ചവരെ തെറി പറയാൻ തുടങ്ങി. അതാണ് ഇവരുടെ കാര്യമെല്ലാം ഇതുപോലെയുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ ഈ നമ്മൾ പറഞ്ഞാൻ പോയത് സമദ് സക്കാഫി എന്ന് അതേ ഷിഹാബിൻ്റെ റൂട്ടിൽ തന്നെ വന്നതാണ്. ഷിഹാബ് ഹജ്ജാണെങ്കിൽ ഇവൻ കല്യാണം. സമദ് സക്കാഫി കല്യാണം എന്ന ഒരു അന്നത്തെ ഒരു ദിവസത്തെ കുളമാക്കാൻ വേണ്ടി വൈറലാകട്ടെ എന്ന് പറഞ്ഞ് ദുരുദ്ദേശം കൊണ്ടാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ നല്ല ഉദ്ദേശമാണത്. നമുക്ക് മാത്രമാണ് ദുരുദ്ദേശം. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അത് സഫലീകരിച്ചു. അദ്ദേഹം പാട്ട് പാടി നടക്കുന്ന ആൾക്ക് ഒരു പാട്ട് ആര് റെഡിയാക്കിയാലും ഇദ്ദേഹം റെഡിയാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഏതായാലും ആര് ആ പാട്ട് കെട്ടിയാലും അതിനെ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളതിന് കേട്ട് നോക്കും. ഇത്ര കിതാബ് ഓതിയ സക്കാഫിയായി ബിരുദം നേടിയ ഇദ്ദേഹം ഇതാണോ ചെയ്യേണ്ടത്? ഒരുപാട് ആൾക്കാർ ഇതുപോലെയുള്ളവരുണ്ട്. ഇവിടെ നമുക്ക് പ്രധാനമായും ഇദ്ദേഹം ചെയ്ത എത്ര വീഡിയോകൾ യൂട്യൂബർമാരാണ് ഇത് ഇൻ്റർവ്യൂ ചെയ്യാൻ വരുന്നത്. ഇദ്ദേഹത്തോട് ചോദിക്കാൻ വളരെ വിഷമത്തിൽ വളരെ ഖേദത്തോടു കൂടെയാണ് ഇദ്ദേഹം പറയുന്നത്. എല്ലാവരും ക്ഷമ ചോദിച്ചു, ഞാനൊരു ഉത്തരവാദിയുമല്ല എന്ന് പറഞ്ഞ്. കള്ളത്തരമാണ്, എല്ലാം കള്ളത്തരമാണ്. വൈറലാകാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. ഇവനിക്ക് ഈ ലോകത്ത് നല്ല രീതിയിൽ രക്ഷപ്പെടാം, ഈ ലോകത്തിൽ മാത്രം രക്ഷപ്പെടാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.